ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ സ്റ്റാൻഡും കാര്യങ്ങളും മണ്ടയിൽ നമ്മൾ ടാങ്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഔട്ട് ഇറങ്ങുന്ന ഏരിയ എന്ന് പറയുന്നത് 1.5 ഇഞ്ച് പൈപ്പാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ കയറി വരുന്നത് 1 ഇഞ്ച്. പിന്നെ നമുക്ക് ഓവർഫ്ലോ ആണ് കൊടുത്തത്. ഓവർഫ്ലോ നമ്മൾ ഒരു ബുഷ് ഇട്ട് എൽബോയിലാക്കി 1 ഇഞ്ചാക്കി മാറ്റി നേരെ മുക്കാലാക്കി പോവുകയാണ് ചെയ്യുന്നത്. കാരണം അതെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമുക്ക് സ്ഥലമില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഓവർഫ്ലോ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം തൊട്ടപ്പുറത്തെ മതിലും വീടും കൂടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഏരിയയിലോട്ട് കൊടുക്കാതെ ഓവർഫ്ലോ നേരെ അടിച്ച് നേരെ താഴെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലാമ്പ് ചെയ്യുന്നുണ്ട്. നേരെ അവിടുന്ന് 245 ഇട്ട് ഈ ഡ്രില്ലിംഗ് മെഷീൻ ഇരിക്കുന്നതിൻ്റെ അവിടുന്ന് ഈ മൂലയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാനാണ്. കാരണം ഇവിടെ സ്പേസ് ഇല്ല. ഇവിടെ നമ്മൾ നിറഞ്ഞു പോകുമ്പോൾ കറക്റ്റ് അവർ ഒന്നെങ്കിൽ മതിലിലോ അല്ലെങ്കിൽ അപ്പുറത്തോട്ടേ വീഴത്തുള്ളൂ. നമ്മൾ ചരിച്ച് വെച്ചാൽ അത് അങ്ങോട്ട് തെറിക്കും. അപ്പോൾ അതൊരു വിഷയം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ട് അവർ പറഞ്ഞ് നമ്മളങ്ങനെ മാറ്റുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ഇറക്കി അവിടുന്ന് റിലീസ് ചെയ്ത് നമ്മുടെ 30 ഇഞ്ചാക്കി നമ്മുടെ താഴെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഷെയ്ഡിൻ്റെ കോണായിട്ട് രീതിയിൽ വെച്ച്. അപ്പോൾ ഒരു വിഷയമില്ല, അങ്ങോട്ട് വെള്ളം വീഴത്തുമില്ല. നമ്മുടെ ഈ ഏരിയ തന്നെ വെള്ളവും വീഴത്തുള്ളൂ. അപ്പോൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. കാരണം ഇവിടെ ഒരു മാൻഹോൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സെപ്റ്റി ടാങ്കാണ്, ഒരു വേസ്റ്റ് ടാങ്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ ആക്കി. അതായിരിക്കും ഉചിതമായിട്ടൊരു കാര്യം.